രക്ഷപ്പെട്ട പ്രതിയെ പിടികൂടി എന്ന വാർത്ത ഇപ്പോൾ റാഫി ഇതാണ് പ്രതി. രാജസ്ഥാൻ സ്വദേശിയാണ്. കണ്ടെയ്നറിൽ നിന്ന് പിടിച്ച 3 പേരിൽ ഒരാൾ രക്ഷപ്പെട്ടു പോയതാണ്. അപ്പോൾ ആ ഏരിയയിൽ എവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു ഈ പ്രതി എന്ന് വേണം മനസ്സിലാക്കാൻ. രക്ഷപ്പെട്ടയാൾ പോലീസ് പിടിയിൽ എന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കണ്ടെയ്നറിനകത്ത് ആയിരുന്നു 3 പേർ. അപ്പോൾ 2 പേരെ പിടികൂടിയിരുന്നു. അതിനകത്ത് മൂന്നാമത്തെ ഒരാളാണ് ഇതിൻ്റെ വെന്റിലേഷൻ പൊളിച്ച് രക്ഷപ്പെട്ടത്. പ്രതി എന്ന് നമുക്ക് സാങ്കേതിക പറയാം. പോലീസ് കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെട്ടയാൾ എന്ന് നമുക്ക് സാങ്കേതിക പറയാൻ കഴിയുള്ളൂ. പ്രതിയല്ല. അപ്പോൾ എന്തായാലും അയാൾ സാഹസികമായി രക്ഷപ്പെട്ട് എവിടെ പോയി ഒളിച്ചിരുന്ന ആൾ. ഈ വാർത്ത ആദ്യം പ്രേക്ഷകരെ അറിയിച്ചത് റാഫി കരീം ആ തെരച്ചിലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. റാഫി ചേരുന്നു. റാഫി ഇയാൾ എവിടെയാണ് ഒളിച്ചിരുന്നത്? നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പനങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തന്നെ ഇയാൾ ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഈ പനങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിസരത്ത് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശത്ത് തന്നെ ഈ പ്രതി ഉണ്ടാകുമെന്ന് പോലീസിന് സൂചനയുണ്ടായിരുന്നു. ഈ പ്രദേശം കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് പരിശോധന നടത്തിയിരുന്നതും. പോലീസ് സ്റ്റേഷന്റെ പിറകുവശത്തു കൂടിയായിരുന്നു ഇയാൾ ഓടി രക്ഷപ്പെട്ടത്. ആ രക്ഷപ്പെട്ട് ഇയാൾ പോയിരുന്നത് പോലീസ് സ്റ്റേഷന് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞുകിടന്ന ഒരു കെട്ടിടത്തിലായിരുന്നു. ഈ ായ ഒരാൾ ഇയാളെ കാണുന്നതും പോലീസിനെ വിവരം അറിയിക്കുന്നതും തുടർന്ന് അതിവേഗം പോലീസ് ഈ പ്രദേശത്ത് പരിശോധന നടത്തുകയും അവിടെ നിന്ന് അയാൾ ഓടി രക്ഷപ്പെടുകയുമാണ് ഉണ്ടായത്. പിന്നീട് നാട്ടുകാരെയും കൂടി സംയോജിപ്പിച്ചുകൊണ്ട് ഈ വിവരം നാട്ടുകാർക്ക് കൂടി വിശദമായ പരിശോധന നടത്തുന്നു. തുടർന്നാണ് നാട്ടുകാരിൽ നിന്ന് പോലീസിന് വിവരം ലഭിക്കുന്നതും ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് തന്നെ 1 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് തന്നെ ഈ മൂന്നാമത്തെ വ്യക്തിയെ പിടികൂടുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം, പനങ്ങാട് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. പെട്ടെന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ എടുക്കുന്നു. കണ്ടെയ്നറിൽ നിന്ന് മൂന്ന് രാജസ്ഥാൻ സ്വദേശികളെ ഈ പോലീസിന് ലഭിക്കുന്നു. പിന്നീട് അതിൽ നിന്ന് ഒരാൾ പോലീസ് സ്റ്റേഷന്റെ വാതിൽ തകർത്ത് ബാത്റൂമിന്റെ വെന്റിലേഷൻ പിടികൂടിയത്. അവിടെ ചോദിക്കാം, തൊട്ടടുത്തുള്ള സ്ഥലത്ത് കിടപ്പുണ്ടായിരുന്നു. അവരോട് ചോദിക്കാം. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമാണ്. ഈ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പനങ്ങാട് CI ഇപ്പോൾ നമ്മളോട് സംസാരിച്ചത്. എന്തായാലും വലിയൊരു അനിശ്ചിതത്വം ഒഴിവായിരിക്കുന്നു. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമായിരിക്കുന്നു. ഈ 3 ആളുകൾ ഉണ്ടായിരുന്നു. 3 രാജസ്ഥാൻ സ്വദേശികളായിരുന്നു. ഇവർ മോഷണ സംഘമാണ്. സ്ഥാനത്തിലായിരുന്നു. അതിൽ ദുരൂഹത മാറണം. ഈ കണ്ടെയ്നറിൽ എന്തിനാണ് ഇവർ വന്നത്? എന്തിനാണ് ഒളിച്ചിരുന്നത്? പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ കണ്ടെയ്നർ ഈ പറയുന്ന കണ്ടെയ്നറിൽ എന്തായിരുന്നു, എന്താണ് അവർ ലക്ഷ്യമെന്ന കാര്യം നമുക്ക് പോലീസ് ഇനി എന്തായാലും വിശദമായി അന്വേഷിക്കട്ടെ. എന്തായാലും നമ്മൾ ിരിക്കുന്നവർ കുളിക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുള്ള വിശാലമായൊരു പ്രദേശമായിരുന്നു. അതിൽ നിന്ന് എന്തായാലും പ്രതിയെ പിടികൂടി എന്നുള്ളത് പോലീസിന് അഭിമാനിക്കാവുന്നതാണ്. നാട്ടുകാരുടെ സഹായം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ റാഫി? തീർച്ചയായും നാട്ടുകാരിൽ നിന്ന് തന്നെയാണ് ഈ പോലീസിന് വിവരം ലഭിച്ചത്. നാട്ടുകാർ തന്നെയാണ് ഇയാളെ പിടികൂടിയത് എന്നുള്ള വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. ഈ വിവരം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും നാട്ടുകാരിൽ നിന്ന് തന്നെ ലഭിച്ച വിവരങ്ങളാണ് ഇതെല്ലാം തന്നെ. എന്തായാലും ഈ കണ്ടെയ്നറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യക്തത വരുന്നത്, തമിഴ്നാട്ടിൽ നിന്ന് ഒരു മാരുതി സുസുക്കി എക്കോ വാഹനം മോഷണം പോയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട് ഇതിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു. തുടർന്ന് തമിഴ്നാട് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നത് കറുത്ത നിറത്തിലുള്ള ഒരു എക്കോ വാഹനം തമിഴ്നാട് ഒരു വീടിന്റെ മുറ്റത്ത് നിന്ന് ചില ആളുകൾ മോഷ്ടിച്ച് ഒരു കണ്ടെയ്നറിൽ കടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ള ദൃശ്യങ്ങൾ ഈ തമിഴ്നാട് പോലീസിന് ലഭിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമീപത്തെ സംസ്ഥാനങ്ങൾക്കെല്ലാം പോലീസിനെല്ലാം തമിഴ്നാട് പോലീസ് കൃത്യമായ വിവരങ്ങൾ നൽകിയിരുന്നു. വിശദമായ പരിശോധനയിൽ ഈ വാഹനം കേരളത്തിലേക്കാണ് കടന്നത് എന്നുള്ള വിവരമാണ് തമിഴ്നാട് പോലീസിന് ലഭിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസിന്റെ രാത്രികാല പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കണമെന്നും ഒപ്പം തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നും ATM റോബറി അടക്കം നടത്തുന്ന സംഘമാണ് എന്നുള്ള സംശയമുണ്ടെന്നുമുള്ള വിവരമാണ് തമിഴ്നാട് പോലീസിൽ നിന്ന് കൈമാറിയത്. എങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രികാല പെട്രോളിംഗ് കൂടുതൽ ശക്തമാക്കുന്നു. തുടർന്ന് ഈ വാഹനം പാലിയേക്കര ടോൾ കടന്നു പോരുമ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസ് ലഭിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നെട്ടൂരിൽ ഈ വാഹനം തടഞ്ഞു നിർത്തി പനങ്ങാട് പോലീസ് ഒരു പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയിൽ 3 രാജസ്ഥാൻ സ്വദേശികളെ ലഭിക്കുന്നു. ഈ തമിഴ്നാട്ടിൽ നിന്ന് മോഷണം പോയ വാഹനം ഈ കണ്ടെയ്നറിനകത്ത് നിന്ന് പോലീസിന് ലഭിക്കുന്നില്ല. പകരം
AC-യും ഒപ്പം തന്നെ AC-യുമായി ബന്ധപ്പെട്ട അനുബന്ധ ഉപകരണങ്ങളുമാണ്. ഒപ്പം തന്നെ ഈ ഗ്യാസ് കട്ടറും പോലീസ് ലഭിക്കുന്നു. ഈ ഗ്യാസ് കട്ടർ ലഭിച്ചതിന് പിന്നാലെ പോലീസ് ഇവരെ ചോദ്യം ചെയ്യുന്നു, ചില വിവരങ്ങൾ തേടുന്നു. ഇതിൽ സംശയം തോന്നിയ പോലീസ് 3 പേരെയും കസ്റ്റഡിയിലെടുക്കുന്നു. അങ്ങനെയാണ് ഈ ആളുകളെ പോലീസ്